രാജ്യതലസ്ഥാനമായ ഡൽഹി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ വായു മലിനീകരണത്തിന് പിന്നിലെ കാരണങ്ങൾ നിരത്തി മുൻ DGPയും BJP നേതാവുമായ TP സെൻകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവച്ച കുറിപ്പിലാണ് മലിനീകരണത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഡൽഹിയിലെ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഗൾഫ് മേഖലയിൽ നിന്നുള്ള പൊടിക്കാറ്റാണെന്നാണ് സെൻകുമാറിന്റെ പ്രധാന നിരീക്ഷണം. ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ശക്തമായ പൊടിക്കാറ്റുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ രാജ്യങ്ങളിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ ഉയർന്ന പാളികളിലൂടെ സഞ്ചരിക്കുന്ന പൊടിപടലങ്ങൾ വടക്കേ ഇന്ത്യയിലെത്തുന്നു. ശൈത്യകാലത്ത് ഈ പൊടിപടലങ്ങൾ നീങ്ങിപ്പോകാതെ അന്തരീക്ഷത്തിൽ തന്നെ കെട്ടിക്കിടക്കുന്നതാണ് സ്ഥിതി വഷളാക്കുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മൂലം ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് വായുവിന്റെ ചലനം കുറവായിരിക്കും. ഈ സാഹചര്യത്തിൽ പുറത്തുനിന്നെത്തുന്ന പൊടിപടലങ്ങൾ പ്രാദേശികമായ മലിനീകരണവും ഒത്തുചേരുമ്പോൾ ഡൽഹി ഒരു പുകക്കൂട്ടിൽ എന്ന പോലെ ശ്വാസം മുട്ടുന്നു. അയൽ സംസ്ഥാനങ്ങളായ ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ വിളവെടുപ്പിന് ശേഷം വൈക്കോൽ കത്തിക്കുന്നതും വായു മലിനീകരണത്തിന്റെ മറ്റൊരു പ്രധാന കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഓരോ വർഷവും ശൈത്യകാലത്തിന്റെ തുടക്കത്തിൽ ഇത് വലിയ ചർച്ചയാകാറുണ്ട്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും വർദ്ധിച്ചു വരുന്ന വാഹന പെരുപ്പമാണ് മറ്റൊരു വില്ലൻ. ലക്ഷക്കണക്കിന് വാഹനങ്ങളിൽ നിന്നുള്ള പുക വായുവിന്റെ ഗുണനിലവാരം വൻതോതിൽ കുറയ്ക്കുന്നു. വായുവിലെ വിഷാംശം കൂടാൻ ഇത് കാരണമാകുന്നുണ്ട്. തലസ്ഥാന നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടക്കുന്ന നിർമ്മാണങ്ങൾ വായു മലിനമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഡൽഹിക്ക് ചുറ്റുമുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പുകയാണ് മലിനീകരണത്തിന്റെ മറ്റൊരു ഉറവിടം. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കുറവ് ഈ മേഖലയിലെ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ടെന്ന് സെൻകുമാർ നിരീക്ഷിക്കുന്നു. വായു മലിനീകരണം കേവലം ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയും ബാധിക്കുന്നുണ്ട്. ഇന്ത്യയുടെ GDPയുടെ 9% വരെ മലിനീകരണം മൂലം നഷ്ടമാകുന്നുണ്ടെന്ന ഗൗരവകരമായ നിരീക്ഷണവും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ജനങ്ങളുടെ ആരോഗ്യം മോശമാകുന്നത് തൊഴിൽക്ഷമതയെ ബാധിക്കുകയും ചികിത്സാ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ആത്യന്തികമായ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഘടകമായി മാറുകയാണ്. മലിനീകരണ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാനാകൂ എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാന നിർദ്ദേശം. കൃത്രിമ മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. വായുവിലെ പൊടിപടലങ്ങൾ താഴെയിറങ്ങാൻ കൃത്രിമ മഴ സഹായിക്കും. മലിനീകരണം ഏറ്റവും രൂക്ഷമാകുന്ന ദിവസങ്ങളിൽ ഇത് പ്രായോഗികമായ പരിഹാരമാണെന്ന് അദ്ദേഹം കരുതുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി വ്യാപകമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം. പ്രകൃതിദത്തമായ രീതിയിൽ വായു ശുദ്ധീകരിക്കാൻ വനവൽക്കരണത്തിന് സാധിക്കും. നഗരപ്രദേശങ്ങളിൽ മിയാവാക്കി വനങ്ങൾ പോലുള്ള മാതൃകകൾ പരീക്ഷിക്കാവുന്നതാണ്. സാറ്റലൈറ്റ് മോണിറ്ററിംഗ് സംവിധാനം ശക്തമാക്കണം. എവിടെയൊക്കെയാണ് മാലിന്യം കത്തിക്കുന്നതെന്നും മലിനീകരണം കൂടുന്നതെന്നും തത്സമയം നിരീക്ഷിക്കാൻ ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണം. ഇത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സഹായിക്കും. വായു മലിനീകരണത്തെക്കുറിച്ച് ആഴത്തിലുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ആവശ്യമാണ്. ഓരോ പ്രദേശത്തെയും മലിനീകരണത്തിന്റെ കൃത്യമായ സ്രോതസ്സുകൾ കണ്ടെത്തി അവ പരിഹരിക്കാനുള്ള നടപടികൾ ശാസ്ത്രീയമായി തന്നെ ആവിഷ്കരിക്കണം. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉടൻ ഉണ്ടായില്ലെങ്കിൽ രാജ്യ തലസ്ഥാനത്തേക്ക് വരാൻ പോലും ആളുകൾ മടിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇത് ഡൽഹിയുടെ ആഗോള പ്രതിച്ഛായയെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അന്തരീക്ഷ മലിനീകരണം ഡൽഹിയിലെ ജനങ്ങളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും മറ്റ് ജീവിതശൈലി രോഗങ്ങളും തലസ്ഥാന നഗരത്തിൽ വർദ്ധിച്ചു വരികയാണ്. മലിനീകരണം നിയന്ത്രിച്ചില്ലെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. കുട്ടികളെയും മുതിർന്ന പൗരന്മാരുമാണ് ഇത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത്. ഇന്ത്യ അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയത്തിനതീതമായ എല്ലാ വിഭാഗം ജനങ്ങളും സർക്കാരും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് ആവശ്യം. ഭാവി തലമുറയ്ക്ക് ശുദ്ധവായു ഉറപ്പുവരുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൃത്യമായ പ്ലാനിങ്ങും ശാസ്ത്രീയമായ ഇടപെടലുകളും വഴി ഡൽഹിയെ ശ്വാസം മുട്ടലിൽ നിന്ന് രക്ഷിക്കാനാകുമെന്ന് സെൻകുമാർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു.